അനിൽ, താങ്കളുടെ അഭിപ്രായം? ശ്രീ എൻ വാസു ഇക്കാര്യം ക്ലാരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്രീ അനിൽ വിളയിൽ. ഇല്ല, അതെ അതെ, ഇത് സംബന്ധിച്ച ചോദ്യം ഉണ്ടെങ്കിൽ ഒന്നിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മറുപടി പറയാം. ശ്രീ എൻ വാസു എന്ന് പറഞ്ഞ കേരളത്തിലെ വലിയൊരു ബ്യൂറോക്രാറ്റ് പറയുന്നത് കേട്ടാൽ മഹാനുഭാവനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് വാസു എന്ന് പറയുന്ന ദയാവാത്സല്യമുള്ള ആൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ സംസാരമൊക്കെ തന്നെ കേൾക്കുന്നത്. ഇത് തീർത്തും തട്ടിപ്പാണ്. ഇത് ചില ഉദ്യോഗസ്ഥരെ ബലിയാടാക്കിക്കൊണ്ട് രാഷ്ട്രീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ചില തിരക്കഥകൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു കഴിഞ്ഞ 1-2 ദിവസം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന തട്ടിപ്പുകാരനെ ദേവസ്വത്തിന്റെ ഓഫീസിലെ AC റൂമിൽ ഇരുത്തിക്കൊണ്ട് ഉത്തരങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു. വാസുവിനെ എങ്ങനെ രക്ഷിക്കണം, പത്മകുമാറിനെ എങ്ങനെ രക്ഷിക്കണം, പ്രശാന്തിനെ എങ്ങനെ രക്ഷിക്കണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയുള്ള ട്യൂഷൻ വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷം ഇനി കേസുമായിട്ട് മുമ്പോട്ട് പോകാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് നടക്കുന്നത്. ശ്രീ മഞ്ജുഷ്, എനിക്കിതിനകത്ത് 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. ശ്രീ വാസു എന്ന് പറയുന്ന വ്യക്തി കേരളത്തിലെ വിജിലൻസ് ട്രിബ്യൂണൽ ആയിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം വിജിലൻസ് ട്രിബ്യൂണലായിട്ട് എപ്രകാരമാണ് ഇരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിജിലന്റായ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹമെങ്കിൽ അദ്ദേഹത്തിന്റെ കാലത്ത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതിനെ പറ്റി കണ്ടുപിടിക്കാതിരുന്ന? അദ്ദേഹം ഇപ്പോൾ ചോദിക്കുന്നത് എന്താണ്? നിങ്ങൾ ആരും എന്താണ് അക്കാലത്ത് ഈ ആരോപണങ്ങൾ ഉന്നയിക്കാതിരുന്നതെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കുക, ശബരിമലയിൽ ഈ വിഷയം ഉണ്ടായത് കൊണ്ട് ഒരു പ്രധാനപ്പെട്ട സവിശേഷത ഇന്ന് കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ ബാക്കി ക്ഷേത്രങ്ങളിൽ ഉണ്ടാകുന്ന തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒക്കെ മാധ്യമങ്ങളിൽ കൂടി പുറത്തു വരുന്നു. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഇതൊന്നും തള്ളിക്കളയുകയായിരുന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളും. ഇന്ന് അതൊക്കെ പുറത്തേക്ക് വരികയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദേവചൈതന്യമുള്ള ഏതു വസ്തുവും ശരിയാക്കുന്നതിനും നന്നാക്കുന്നതിനും പുറത്തു കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ സന്നിധാനത്ത് വെച്ച് നന്നാക്കുകയോ ചെയ്യുമ്പോൾ സ്പോട്ട് മഹസർ എന്ന് പറയുന്ന ഒരു സംവിധാനം തയ്യാറാക്കേണ്ടതുണ്ട്. ഇപ്രകാരം ഈ 2025 ഈ ചെമ്പ് പൂശിയോ സ്വർണം പൂശിയോ എന്തു ആയിക്കൊള്ളട്ടെ ചെന്നൈയിൽ നിന്ന് തിരികെ കൊണ്ടുവന്നപ്പോൾ ഒരു സ്പോട്ട് മഹസർ തയ്യാറാക്കിയിട്ടുണ്ട്. ആ സ്പോട്ട് മഹസറിനകത്ത് ഒരു മഹസറാണ് ക്രിമിനൽ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട എവിഡൻസ് എന്ന് പറയുന്ന ഒരു മഹസർ തന്നെയാണ്. ആ മഹസർ തയ്യാറാക്കുമ്പോൾ അതിനകത്ത് സാക്ഷികളായി ഒപ്പിടേണ്ട വ്യക്തികൾ കളങ്കിത വ്യക്തിത്വങ്ങൾ ആവരുത് എന്നുള്ളത് ഒരു അലിഖിത നിയമമാണ്. എന്ന് വെച്ചാൽ കള്ളന്മാരും കൊള്ളക്കാരുമായ വ്യക്തികളല്ല മഹസറിൽ ഒപ്പുവെക്കേണ്ടത്. പക്ഷെ ഈ മഹസർ നോക്കൂ, ഒപ്പുവെക്കേണ്ട വ്യക്തികൾ ഒപ്പുവെച്ചിട്ടില്ല. കളങ്കിതരായിട്ടുള്ള ദേവസ്വം ബോർഡിലെ ഏറ്റവും വലിയ 2 കള്ളന്മാർ ഒപ്പുവെച്ച മഹസറാണ് ഈ ശബരിമലയിലെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അടിസ്ഥാന രേഖ എന്ന് നമുക്ക് മനസ്സിലാക്കാം. 2018-19 കാലയളവില് നിലയ്ക്കലില് ഈ അന്നദാനവുമായി ബന്ധപ്പെട്ട് ഏകദേശം 30-40 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ 2 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്. ആ ഉദ്യോഗസ്ഥരുടെ പേരുകളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പേരുകൾ ഞാൻ സൂചിപ്പിക്കാം. ശ്രീ VS രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന വ്യക്തിയും ജയപ്രകാശ് എന്ന് പറയുന്ന വ്യക്തിയും 2018-19 കാലയളവില് നിലയ്ക്കലിലെ വൻ വെട്ടിപ്പ് നടത്തി വിജിലൻസ് അറസ്റ്റ് ചെയ്ത 2 വ്യക്തികളാണ്. ഈ 2 വ്യക്തികളെ പിന്നീട് സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആഭ്യന്തരമന്ത്രി ആയിക്കൊള്ളട്ടെ, ചീഫ് സെക്രട്ടറി ആയിക്കൊള്ളട്ടെ തുടങ്ങിയവരൊക്കെ പറഞ്ഞിരുന്നു ഇവരെ ഇനി സർവീസിലേക്ക് തിരികെ പ്രവേശിക്കരുത് എന്നാണ് പറഞ്ഞത്. ആ കാലയളവിലൊക്കെ ശ്രീ വാസു എന്ന് പറയുന്ന പഴയ വിജിലൻസ് ട്രിബ്യൂണലാണ് അവിടെ ഇരുന്നത്. ഇവരെ തിരികെ പ്രവേശിപ്പിക്കരുതെന്ന് ആഭ്യന്തര വകുപ്പിന്റെ സെക്രട്ടറിയും ദേവസ്വം സെക്രട്ടറിയും അല്ലെങ്കിൽ ഈ സസ്പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള കമ്മിറ്റിയുടെ അധ്യക്ഷനും ഒക്കെ പറഞ്ഞതിന് ശേഷം എന്തേ ഇവരെ തിരികെ എടുത്തു? ഈ 2 വ്യക്തികളാണ് ഈ മഹസറിലെ സ്വർണത്തിനെ ചെമ്പാക്കി മാറ്റിയ 2 കാട്ട് കള്ളന്മാരാണ് ഈ 2 വ്യക്തികൾ, ശ്രീ രാജേന്ദ്ര പ്രസാദും ശ്രീ ജയപ്രകാശും. ഒന്നുകൂടെ ക്ലാരിറ്റി വേണം. എന്ന് 2019 സെപ്റ്റംബറിൽ തിരികെ എത്തിച്ചപ്പോഴോ അതോ 2019 ജൂലൈ മാസത്തിൽ കൊണ്ടുപോകുന്ന സമയത്തോ? അല്ല, തിരികെ എത്തിക്കുന്ന സമയത്ത് അവസാനം മഹസർ ഉണ്ടായിരുന്നില്ല ഈ പുനഃസ്ഥാപിക്കുന്ന സമയത്ത്. അല്ല, ഇതിനകത്ത് തിരികെ കൊണ്ടുവന്ന കാലത്തെ കാര്യമാണ് ഞാൻ. മഹസർ സാക്ഷികളായി 12 പേര് ഒപ്പിട്ടിരിക്കുന്ന ഒരു മഹസറുണ്ട്. ആ 12 പേര് മഹസർ ഒപ്പിട്ടപ്പോൾ തിരുവാഭരണം 2019 ഓഗസ്റ്റിലാണ് താങ്കൾ പറയുന്നത്. അതെ, 2019 ഞാൻ പറഞ്ഞത് ഓഗസ്റ്റ്. ചിലപ്പോൾ വാസു സാറ് ആ സമയത്ത് ആയിരുന്നില്ല, അന്ന് പത്മകുമാർ ആയിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അല്ല, ആയിക്കൊള്ളട്ടെ. ഞാൻ പറഞ്ഞു വന്നത് 12 സാക്ഷികളാണ് ആ മഹസറിനകത്ത് ഒപ്പിട്ടിരിക്കുന്നത്. ആ മഹസറിൽ ഒപ്പിടേണ്ട പ്രധാനപ്പെട്ട 2 സാക്ഷികൾ ഒപ്പിട്ടിട്ടില്ല. ആരൊക്കെയാണ്?
തിരുവാഭരണം കമ്മീഷൻ ഒപ്പിട്ടിട്ടില്ല. അതേപോലെ തന്നെ തിരുവാഭരണം ഇത്തരത്തിലുള്ള ലോഹങ്ങളുടെ മൂല്യവും അതിന്റെ ഗുണനിലവാരവും തിട്ടപ്പെടുത്തേണ്ട ഗോൾഡ് സ്മിത്ത് അല്ലെ ബ്ലാക്ക് സ്മിത്തും ആ മഹസറിനകത്ത് ഒപ്പിട്ടിട്ടില്ല. ആ മഹസറിനകത്ത് ഒപ്പിട്ടത് 18-19 ആ സീസൺ കാലത്ത് നിലയ്ക്കലിലെ വൻ തട്ടിപ്പ് നടത്തി കേസുകളിൽ പ്രതിയായ 2 കളങ്കിത വ്യക്തികളായ 2 കാട്ടുകള്ളന്മാരാണ് VS രാജേന്ദ്ര പ്രസാദും ജയപ്രകാശും. ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിയും വിജിലൻസ് കമ്മീഷണറും സസ്പെൻഷനെ പറ്റി തീരുമാനിക്കുന്ന കമ്മിറ്റിയുടെ അധ്യക്ഷനും ഇവരെ ഒരിക്കലും ഇനി തിരികെ സർവീസിൽ പ്രവേശിപ്പിക്കരുതെന്ന് എഴുതിയിട്ടുള്ള ഒരു രേഖയുണ്ട്. ആ രേഖ ഉണ്ടായിട്ട് പോലും ഇവരെ വീണ്ടും തിരികെ പ്രവേശിപ്പിച്ചു. ഇവരൊപ്പിട്ടിട്ടില്ല. നോക്കണം, ഈ കേസിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള മഹസർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ ഇല്ലാതായി പോവുകയാണ്. കാരണം കാട്ടുകള്ളന്മാരായ 2 വ്യക്തികൾ സാക്ഷികളായി വരുന്നു. ആവശ്യത്തിന് സാക്ഷികളായി വരേണ്ട 3 വ്യക്തികൾ എന്ന് വെച്ചാൽ വിജിലൻസ് ഉദ്യോഗസ്ഥരും ദേവസ്വം സ്മിത്തും തിരുവാഭരണ കമ്മീഷണറും ഇതിനകത്ത് സാക്ഷിയാകുന്നില്ല. ഇപ്രകാരം കുത്തഴിഞ്ഞ ഒരു സംവിധാനത്തിന് കേരളത്തിൽ പറയുന്ന പേരാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. താങ്കൾക്ക് മറുപടി പറയാനുള്ള അവസരം.